സൺഡേ ഷാഡോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. പിറ്റ്കോഫ് ഉണ്ടാക്കിയിട്ടുള്ള സീസ്ഫയർ ഡീലിന് ഹമാസ് ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സേന IDF ഗാസയിൽ ആക്റ്റീവായി അവരുടെ പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട്. വാസ്തവത്തിൽ ഈ സീസ്ഫയർ എഗ്രിമെന്റിന് എന്തുകൊണ്ട് ഹമാസ് വഴങ്ങുന്നില്ല, അല്ലെങ്കിൽ ഹമാസ് എന്തുകൊണ്ട് അതിന് നിൽക്കുന്നില്ല? ഹമാസിന് വഴങ്ങാതെ നിവൃത്തിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഹമാസ് വഴങ്ങുന്നില്ല. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ: വെടിനിർത്തൽ എന്നുള്ളത് ഹമാസ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഈ ഗാസയിലെ കോൺഫ്ലിക്റ്റിൽ നിന്നാണ് ലോകം മുഴുവനുള്ള മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് സക്കാത്ത് എന്ന പേരിൽ പിരിവ് സ്വീകരിച്ച് ഈ ഹമാസ് തിന്നു കൊഴുത്ത് ജീവിക്കുന്നത്. അവരിന്ന് എക്സ്റ്റിങ്ഷൻ്റെ, വംശമറ്റ് പോകുന്നതിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. നാളെ ഗാസയിൽ സമാധാനം വന്നു കഴിഞ്ഞാൽ ഹമാസിന് അവിടെ റോളില്ലാതാവും. ഹമാസിന് അവിടെ റോളില്ലാതായാൽ ഹമാസിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന കൈകൾക്ക് പണം ലഭിക്കാതാവും. ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള ബഹുഭൂരിഭാഗം, ഇതിന് പൊളിറ്റിക്കൽ നേതൃത്വമുണ്ട്. ഈ പൊളിറ്റിക്കൽ നേതൃത്വമുള്ള ആളുകൾ വധിക്കപ്പെട്ടിട്ടില്ല. അവരാരും തന്നെ ഗാസയിൽ ജീവിക്കുന്നവരെയല്ല. അവർ വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ ആർഭാടമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഈ ഹമാസിന് ലഭിക്കുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് തിന്നു കൊഴുത്ത് കുടുംബമായിട്ട് വിദേശങ്ങളിൽ സുരക്ഷിതരായി ജീവിക്കുന്ന ആളുകളാണിവർ. അപ്പം ഈ നാട്ടിലെ ഗാസയിലെ ആളുകളെ കുരുതി കൊടുത്തിട്ട് അതിൻ്റെ ചോര കാട്ടി കുഞ്ഞുങ്ങളെ കൊല്ലുന്ന, പെണ്ണുങ്ങളെ കൊല്ലുന്ന എന്ന് പറഞ്ഞുള്ള ചോര കാട്ടി അതിൽ നിന്ന് പിരിവെടുത്ത് ജീവിക്കുന്ന ഈ കൂട്ടർക്ക് ഇവിടെ സീസ്ഫയർ വന്നു കഴിഞ്ഞാൽ അവരുടെ സുഖജീവിതം നിന്നുപോകും. അതുകൊണ്ട് അവരുടെ സീസ്ഫയർ വേണ്ട എന്നുള്ളത്, അല്ലെങ്കിൽ സീസ്ഫയർ വരുന്നതിനെ ഹമാസ് ഭയപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ അവരുടെ പോരാളികൾ ചത്തൊടുങ്ങുന്നു, IDF വേട്ടയാടി കൊന്നു തീർക്കുന്നു എന്നുള്ളതിൽ നിന്ന് മാത്രമാണ് അവർക്ക് സീസ്ഫയറിനോടുള്ള താല്പര്യം. അല്ലാതെ അവിടുത്തെ സാധാരണ പാലസ്തീനികൾ ആരെങ്കിലും കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ അത് അവരെ അലട്ടുന്ന വിഷയമേ അല്ല എന്നുള്ളത് മനസ്സിലാക്കണം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സീസ്ഫയർ ഡീല് എന്നുള്ളത് ആരുടെ ആവശ്യമാണ്? വാസ്തവത്തിൽ അത് പാലസ്തീനിലെ ജനങ്ങളുടെ മാത്രം ആവശ്യമാണ്. അത് നെതന്യാഹുവിൻ്റെയും ആവശ്യമല്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇവർ പിടിച്ചു വെച്ചിട്ടുള്ള ഈ ബന്ദികളുടെ പേരിൽ അദ്ദേഹത്തിന് നിരന്തരമായി ഗാസ റീജിയനെ ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിക്കുകയും ചെയ്യും. അറബ് സമൂഹത്തെ ഗാസയിൽ നിന്ന് എക്സ്പെല് ചെയ്ത് അവിടെ ഇസ്രായേലിൻ്റെ സെറ്റിൽമെൻറ്റ് പൂർണ്ണമാക്കണമെന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ സ്വപ്നമെന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നില്ലെങ്കിലും ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും. ആ ഒരു കാര്യത്തിന് അവസരം ഒരുക്കി കൊടുക്കുക എന്നല്ലാതെ ഈ സീസ്ഫയർ അഗ്രിമെന്റ് ഓരോ ദിവസവും എത്തുന്നതിലേക്ക് നീളുന്നത് വഴി പാലസ്തീൻ ജനതയ്ക്ക് ഒരു ഗുണവും കിട്ടാനില്ല. കാരണം ഹമാസിനെ കൊണ്ട് ഇനി ഒരു തരത്തിലും പിടിച്ചു നിൽക്കാനാവില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഹമാസിന് ചെറുത്ത് നിൽക്കാൻ കഴിയാത്ത ഒരു യുദ്ധത്തിൽ, അല്ലെങ്കിൽ തോറ്റ ഒരു യുദ്ധത്തിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത്? ഒരു ലോജിക്കുമില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ യുദ്ധം തുടർന്നാൽ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ അനുഭവിക്കേണ്ടി വരുന്ന പാലസ്തീൻ ജനത, അവരുടെ കാര്യത്തിൽ യാതൊരു താല്പര്യവും ഹമാസിന് ഇല്ല എന്നുള്ളതിന് ഒന്നാമത് തെളിവാണ് ഈ സീസ്ഫയർ ഡീൽ പ്രപ്പോസ് ചെയ്യപ്പെട്ട ഒരാഴ്ചയായിട്ടും അതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം പറയാൻ ഹമാസിന് സാധിക്കുന്നില്ല എന്നുള്ളത്. കാരണം തീരുമാനം ആക്സെപ്റ്റ് ചെയ്യുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. കാരണം വോയിസ് ഇല്ല. അപ്പം ആക്സെപ്റ്റ് ചെയ്താൽ വെടിനിർത്തൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ പിരിവ് നിൽക്കും. പിരിവ് നിന്നു കഴിഞ്ഞാൽ അവരുടെ സുഖജീവിതം, ആർഭാട ജീവിതം നിൽക്കും. അല്ലെങ്കിൽ അവരുടെ എക്സിസ്റ്റൻസ് ഇല്ലാതായി പോകും. അതുകൊണ്ട് തന്നെയാണ് ഇവരിത് ഈ സീസ്ഫയർ ഡീല് സ്വീകരിക്കാതെ, ഇങ്ങനെ ഒന്നും മിണ്ടാതെ മുന്നോട്ട് ഞങ്ങൾ പരിശോധിക്കുകയാണ്, പഠിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരേ കാര്യങ്ങൾ. വേറൊരു സംഗതി, ഈ സീസ്ഫയർ ഡീലിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ആദ്യത്തെ 7 ദിവസം കൊണ്ട് ബന്ധു കൈമാറ്റം നടക്കും. ഫസ്റ്റ് ഡേയിൽ പകുതി പേരെ, അതായത് മൊത്തം 28 ബന്ധുക്കളെയാണ്, 10 ജീവനുള്ളവരെയും 18 കോപ്സുമാണ് ഇവരെ കൈമാറ്റം ചെയ്യേണ്ടത്. അതിൽ പകുതി ഫസ്റ്റ് ഡേയിൽ ചെയ്യും, ബാക്കി പകുതി 7th ഡേയിൽ ചെയ്യും. അതായത് പിടുത്തം 60 ഡേയ്സിന്റെ സീസ്ഫയർ ആണെങ്കിലും ആദ്യത്തെ 7 ദിവസം കൊണ്ട് ഹമാസിന് പിടുത്തം കഴിയും. പിന്നെയുള്ള 53 ദിവസവും എന്തും സംഭവിക്കാവുന്ന അവസ്ഥയാണ്. കാരണം എക്സ്ചേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞ ബന്ദികൾ അവിടെ ഇല്ല. എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് സമ്മതിക്കാത്ത ബന്ദികളുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് സമ്മതിച്ച ബന്ദികൾ പോയി കഴിയുമ്പോൾ ഇവരുടെ ആ സീസ്ഫയർ ഡീലിനകത്തുള്ള വോയിസ് പൂർണ്ണമായും തീരും. അതോടെ IDF വീണ്ടും ഇവരെ വേട്ടയാടും. അപ്പം തല പൊക്കിയ അടിച്ചു കൊല്ലും, തല പൊക്കിയില്ലെങ്കിലും വേട്ടയാടും എന്നുള്ള കാര്യം അറിയാം. കാരണം 100% ഗാസ റീജിയൻ IDFന്റെ നിയന്ത്രണത്തിലാണ് എന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്: ഹമാസ് ഈ യുദ്ധം ചെയ്തത് പാലസ്തീനികൾക്ക് വേണ്ടിയല്ല. ഹമാസ് ഈ യുദ്ധം ചെയ്തത് അവരുടെ വയറ് വീർപ്പിക്കാനും അവരുടെ സുഖജീവിതത്തിനും വേണ്ടി മാത്രമാണ്. പോരാളികൾ ഒരുപക്ഷെ
സ്വർഗവും മറ്റ് പലതും സ്വപ്നം കണ്ട് യുദ്ധം ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവരാരും അല്ലെങ്കിൽ ഇതിൻ്റെ പൊളിറ്റിക്കൽ നേതൃത്വമുള്ള ആരും അത്തരം സ്വപ്നങ്ങളിൽ ഒന്നും ജീവിച്ചവരല്ല. അവർക്കറിയാം ഈ ലോകത്തിലെ സുഖമാണ് വലിയ സുഖം. ആ സുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ കാശ് വേണം. ആ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ യുദ്ധം ചെയ്തതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇനി അമേരിക്കയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന അല്ലെങ്കിൽ IDFന്റെ മേൽനോട്ടത്തിൽ അമേരിക്കൻ എയ്ഡ് സെന്ററുകൾ, ഭക്ഷണ വിതരണ സെന്ററുകളിലെ വെടിവെപ്പ് നടന്നുവെന്നും ആളുകൾ കൊല്ലപ്പെട്ടു എന്നുമൊക്കെ വാർത്ത അൽ ജസീറ പ്രചരിപ്പിക്കുന്നുണ്ട്. BBC അവർ വെരിഫൈ ചെയ്തില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്ന് പല മാധ്യമങ്ങളും അതെടുത്ത് നമ്മളുടെ മലയാള മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിന് തെളിവ്? ഒരു തെളിവുമില്ല. IDF പറയുന്നത് ഞങ്ങൾ അവിടെ ആരെയും വെടിവെച്ചിട്ടില്ല. അവിടെ ആളുകളെ വെടിവെക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് ഹമാസ് മാത്രമാണ്. കാരണം IDF എന്തിനൂടെ ആളുകളെ വെടിവെക്കണം? അവർ ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു ദിവസം 2 ദിവസം വലിയ കൊള്ള നടത്തി ഭക്ഷണ സാധനങ്ങൾ തട്ടിക്കൊണ്ടുപോയി. കാരണം അവിടെ കൊള്ളയാണെന്നും IDFന് വെടിവെക്കാനുള്ളൊരു സാഹചര്യം നിലവിലുണ്ടെന്നും ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ഹമാസിന്റെ ടെക്നിക്കായിരുന്നത്. അന്നൊന്നും ആരും മരിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നീട് ഈ കൊള്ളയും ബഹളമൊന്നും ഇല്ലാത്ത സമയത്താണ്, അല്ലെങ്കിൽ വളരെ പീസ്ഫുൾ ആയിട്ട് ആളുകൾ വന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ട് പോകുന്ന സമയത്താണ് ഈ പറയുന്ന 41 പേർ കൊല്ലപ്പെട്ടു, 38 പേർ കൊല്ലപ്പെട്ടു, 31 പേർ കൊല്ലപ്പെട്ടു. മനോരമയ്ക്ക് 31ആണ്, BBCക്ക് 41ആണ്, പലർക്കും പലതരം നമ്പറുകളാണ്. കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതും ആശുപത്രിയിൽ 20 ഡെഡ് ബോഡികൾ ഉണ്ടെന്ന് പറയുന്നതും ഒക്കെ അതിനുശേഷമാണ്. IDF പറയുന്നത് അവിടെ വെടിവെക്കേണ്ട യാതൊരു സാഹചര്യവും ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെ ആളുകൾ മരിക്കുന്നു? നിശ്ചയമായും അത് ഹമാസിന്റെ തോക്കിൽ നിന്ന് പോകുന്ന ഉണ്ടകൾ കൊണ്ട് തന്നെയാണ് ജനം മരിക്കുന്നത്. ഒരുപക്ഷെ അവിടെ സെലക്റ്റീവായി ഹമാസിനെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളെ വെടിവെച്ച് കൊല്ലുന്നതായിരിക്കാം. എന്നിട്ട് IDF കൊന്നു എന്ന് പറഞ്ഞ് IDFന്റെ തലയിൽ വെച്ച് അവരെ ഇതിൽ നിന്ന് ഊരുന്നതാവാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒന്നും നമ്മൾ മനസ്സിലാക്കണം, ഹമാസിന്റെ ഭീകരർ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയെ ഈ സമൂഹത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. അവർ സാധാരണ ജനങ്ങളോട് ചേർന്ന് മിങ്കിൾ ചെയ്താണ് പോകുന്നത്. അവരെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ പോലും അങ്ങനെ ചെയ്താൽ ആ നിമിഷം അവർ ഹമാസിന്റെ ആളുകളെ കൊണ്ട് തന്നെ വെടിയേറ്റ് മരിക്കും. അതുകൊണ്ട് ആളുകൾ അവരുടെ പേര് പറഞ്ഞു കൊടുക്കില്ല, ചൂണ്ടിക്കാണിച്ചു കൊടുക്കില്ല. അപ്പം അവരെ ഈ ജനത്തിൻ്റെ ഇടയിൽ ഒളിച്ചിരുന്നുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. അതിനിടയിലൂടെ ഇറാന്റെ ന്യൂക്ലിയർ ഫ്യൂവൽ എൻറിച്ച്മെന്റിനെ കുറിച്ചുള്ള വാർത്തകൾ ധാരാളമായി പുറത്തു വരുന്നുണ്ട്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളുടെയും ഇന്റലിജൻസ് ഏജൻസികളും ഇറാന്റെ കയ്യിൽ എൻറിച്ച്ഡ് യുറേനിയം ഉണ്ടെന്നും അത് ഇപ്പോൾ ഏകദേശം 10 ബോംബുകൾ ഉണ്ടാക്കാൻ മാത്രമുള്ള 90% എൻറിച്ച്ഡ് അല്ലെങ്കിൽ ബോംബ് ഗ്രേഡ് യുറേനിയം അവരുടെ കയ്യിൽ ഉണ്ടെന്നുമാണ് IEAയുടെ കാൽക്കുലേഷൻ അനുസരിച്ചുണ്ടാവുന്നത്. ഒരു മാസത്തിൽ ഒരു ബോംബിന് ആവശ്യമായ ഫ്യൂവൽ അവർ റെഡിയാക്കി വെക്കുന്നുണ്ട് എന്നാണ് IEAയുടെ കണക്ക് കൂട്ടലനുസരിച്ച് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ ബോംബ് ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള വിവരം. പക്ഷേ അവർക്ക് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് ഒരു ആറ്റമിക് ബോംബ് അവർക്ക് ഘടിപ്പിച്ചുണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് എൻറിച്ച്ഡ് യുറേനിയം അവർ അവൈലബിൾ ആക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർക്ക് ലഭിക്കുന്ന വിവരം. സ്വാഭാവികമായിട്ടും അവരുടെ ന്യൂക്ലിയർ സെന്ററുകൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വാർ അനലിസ്റ്റുകൾ ഇത് എത്ര ദിവസം എടുത്ത് ഇവരെ ആക്രമിക്കാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പല വാൾ സ്ട്രീറ്റ് ജേർണൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലേഖനം ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ കണക്കുകൂട്ടലനുസരിച്ച് 4 ദിവസം വേണ്ടിവരും ഈ ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകൾ നശിപ്പിക്കാൻ ഇസ്രായേലിനെയും അമേരിക്കയെ സംബന്ധിച്ചുള്ള കമ്പൈൻഡ് ഓപ്പറേഷൻ എന്നാണ് അവർ പറയുന്നത്. കാരണം ഒന്ന്, ഇസ്രായേലിൽ നിന്ന് ഇങ്ങോട്ട് എത്തേണ്ട ഒരു ദൂരം, ഇറാന്റെ എയറിൽ നിന്നാണ് ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇറാന്റെ എയറിൽ നിന്നുകൊണ്ട് ഓപ്പറേഷൻസ് ചെയ്തുകൊണ്ട് മാത്രം ഈ പ്രശ്നം തീർക്കാൻ പറ്റില്ല. ആദ്യം ചെയ്യേണ്ടത് ഇറാന്റെ എയർ ഡിഫൻസിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് തകർത്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ S-300 അടക്കമുള്ള മിസൈലുകൾ ഇനിയും ബാക്കിയുണ്ട് എന്നാണ് അനലിസ്റ്റുകളുടെ കാൽക്കുലേഷൻ. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാം. കാരണം അവർ നിരന്തരമായി ഇസ്രായേലിൽ എപ്പിയോണേജ് നടത്തി, ചാരപ്രവർത്തികൾ നടത്തി, ഇറാനിൽ ചാരപ്രവർത്തികൾ നടത്തി, അവിടുത്തെ മുഴുവൻ ഡീറ്റെയിൽസ് അവർ പെറുക്കിയെടുക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഒരു ആക്രമണം, ഇറാന്റെ നേരെയുള്ള ഒരു ആക്രമണം ഒഴിവാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവരതിന് നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഈ സിറിയൻ റെയ്ഡുകൾ പലതും ഈ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാക്ടീസിങ് സോർട്ടീസാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ സിറിയയിൽ നടത്തുന്ന ആക്രമണം പലതും ഒരു പ്രാക്ടീസിന് വേണ്ടി, ഇറാന് നടത്തുന്ന ആക്രമണങ്ങളുടെ ഒരു പ്രാക്ടീസിന് വേണ്ടി അവർ നടത്തുന്ന ആക്രമണങ്ങളാണ് അത്ര. പലപ്പോഴും കൊണ്ട് ബോംബിടുന്ന സ്ഥലങ്ങളിൽ മിസൈലുകളൊന്നും ഇല്ല. പക്ഷെ അവർക്ക് ഒരു വലിയ ട്രെയിനിങ് ആവശ്യമുണ്ട്. അപ്പോൾ ആ ട്രെയിനിങ് അവർ നടത്തുന്നതാണ് ഈ സിറിയയിൽ പോയിട്ട് നടത്തുന്ന ആക്രമണങ്ങൾ എന്നാണ് പല അനലിസ്റ്റുകളുടെയും ഒരു ഒബ്സർവേഷൻ. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ട്രെയിനിൻ്റെ വാമപ്പ് ചെയ്ത് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ പല സോർട്ടീസ് നടത്തി ഇതിനകത്ത് ഇറാന്റെ ഉള്ളിൽ കിടന്ന് ആക്രമിച്ച് ഇതിന്റെ എയർ ഡിഫൻസ് കംപ്ലീറ്റ് തകർത്തതിന് ശേഷം മാത്രമേ B-2 ബോംബേഴ്സ് പോലെയുള്ള ബോംബേഴ്സ് ഉപയോഗിച്ച് ഇവരുടെ ഭൂമിക്കടിയിൽ വളരെ താഴെയാണ് ഇവർ ഈ ആറ്റമിക് ഫ്യൂവൽസ് സൂക്ഷിച്ചിട്ടുള്ളത്, അത്തരം സ്ഥലങ്ങൾ ആക്രമിക്കാൻ പറ്റും. അപ്പോൾ ഇത് എയറിൽ നിന്ന് റീഫ്യൂലിംഗ് നടത്തി വരുന്ന വിമാനം പല സോർട്ടീസ് നടത്തി
പലതവണ ബോംബ് ചെയ്ത് ഈ 6 സെന്ററുകൾ, അത് ലണ്ടനാണ് വളരെ പ്രധാനപ്പെട്ടത്, അത് വലിയ പർവ്വതങ്ങളുടെ കീഴെയാണ്, ബാക്കിയുടെ 4 അത്ര ബുദ്ധിമുട്ടില്ലാതെ തകർക്കാൻ സാധിക്കും. അങ്ങനെ തകർത്ത് തീർക്കണമെങ്കിൽ 4 ദിവസത്തെ ആക്രമണം വേണ്ടിവരും എന്നാണ് പറയുന്നത്. ഇറാനെ സംബന്ധിച്ച് അവർക്ക് വിമാനങ്ങളില്ല തിരിച്ചാക്രമിക്കാൻ, പക്ഷേ അവരുടെ കയ്യിലുള്ളത് മിസൈലുകളും അങ്ങനത്തെ സംഗതികളുമാണ്. അതിൽ വളരെ ഇഫക്റ്റീവായിട്ട് മിസൈലുകൾ ഉണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് വിമാനങ്ങളുടെ നേരെ പ്രയോഗിക്കാൻ പറ്റുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള മിസൈലുകളുണ്ട്. അപ്പോൾ F-35 പോലുള്ള വിമാനങ്ങൾ ഉപയോഗിച്ച് ഒരുപക്ഷെ ക്ലോസ് റേഞ്ചിൽ പോയതിനു ശേഷം മാത്രമേ ഈ ഡിഫൻസ് സിസ്റ്റങ്ങൾ, എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ തകർക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഡിഫൻസ് അനലിസ്റ്റുകളുടെ അനുമാനമായിട്ട് വാൾ സ്ട്രീറ്റ് ജേർണൽ ചേർത്തിട്ടുള്ളത്. പക്ഷെ വേറൊരു വിഷയമുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ന്യൂക്ലിയർ ബോംബ് കൊണ്ട് ഇറാൻ എന്താണ് മെച്ചം? ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു യുദ്ധത്തിൽ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കാനാവില്ല. നമ്മളെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നമുക്കറിയാം. അത് ഒരു യുദ്ധത്തിന്റെ വക്കിലെത്തിയതാണ്. പാകിസ്ഥാൻ പലതവണ പറഞ്ഞു ബോംബിടും. ആരായി പറയുന്നത് മന്ത്രിമാര്, അംബാസഡർമാർ, ഇവർക്കൊക്കെ ഇതിന്റെ ടെക്നോളജിയെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? എന്താണ് ഒരു ബോംബ്, അതെങ്ങനെയാണ് പ്രയോഗിക്കാൻ സാധിക്കുക? പണ്ട് അമേരിക്ക ചെയ്തതുപോലെ, ജപ്പാനിൽ ചെയ്തതുപോലെ ഒരു ബോംബർ വിമാനത്തിൽ ബോംബ് ഘടിപ്പിച്ചുകൊണ്ട് വന്ന് ഭൂമിയിൽ ബോംബിടുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള സംഗതിയാണ്. കാരണം ഒന്നാന്തരം എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ മിക്കവാറും രാജ്യങ്ങൾക്കുണ്ട്. ഇനി ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാനാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട എയർ ഡിഫൻസ് സിസ്റ്റമുള്ള രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ പ്രദേശത്തേക്ക് എടുക്കാൻ ഇറാന്റെ ഒരു വിമാനത്തിന് സാധിക്കില്ല. അത് ആകാശത്ത് വരുമ്പോഴേ തകർന്ന് തരിപ്പണമാക്കി താഴെ ഇട്ട് കളയും. ഒന്നാമത്തെ വിഷയം. 2, ഈ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ ആക്രമിക്കും. പാകിസ്ഥാന്റെ മിസൈലുകൾ, ഈ ന്യൂക്ലിയർ വെപ്പൺസ് വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഇന്ത്യക്ക് അറിയാം. അവിടെ നിന്നൊരു മിസൈൽ പൊങ്ങുമ്പോൾ അവിടെ വെച്ച് തന്നെ ആ മിസൈലിനെ അവിടെ വീഴ്ചിരിക്കും. അത് വീണാൽ എന്താ സംഭവിക്കുക? പാകിസ്ഥാനുള്ളിൽ തന്നെയാണ് ഈ ആറ്റമിക് ബോംബ് വീഴുക. ഇതേ കാര്യം തന്നെ ഇറാനും സംഭവിക്കുന്നത്. അപ്പോൾ ഒരു യുദ്ധത്തിൽ അവരുടെ രാജ്യത്ത് നിന്ന് ഒരു മിസൈൽ ഉപയോഗിച്ച് ഒരു ആറ്റം ബോംബ് അവർ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അവരുടെ രാജ്യത്ത് തന്നെ തകർന്നു വീഴും. അത് അവരുടെ അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ തകർക്കപ്പെടുകയും ആ ബോംബ് അവരുടെ രാജ്യത്ത് തന്നെ വീഴുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരു യുദ്ധത്തിന് ഇത് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് ഏത് കോമൺ സെൻസ് ഉള്ള ആൾക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ എന്തിന് ഇവരിത് ഉണ്ടാക്കണം? അപ്പോൾ ഇസ്രായേലും ഇതേ ചോദ്യം ചോദിക്കും, എന്തുകൊണ്ട് ഇവരിത് ഉണ്ടാക്കണം? അപ്പോൾ എന്തിനായിരിക്കും ഇത്? ഇസ്രായേൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ആക്രമിക്കാൻ വേണ്ടിയാണ്. ഉറങ്ങിക്കിടക്കുന്ന സമയത്താണെങ്കിൽ ഈ പണി നടക്കും. തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണെങ്കിൽ വളരെ ഇഫക്റ്റീവായിട്ട് 1, 2, 3, 4 വെപ്പൺസ്, 4 മിസൈലുകൾ ഘടിപ്പിച്ചാൽ ഒരെണ്ണമെങ്കിലും അവർക്ക് ഈ സ്ഥലത്ത് എത്തിക്കാൻ സാധിക്കും. ഈ ഒരു ഭയത്തിൽ നിന്നാണ് ഈ പ്രിവെന്റീവ് മെഷർ എന്ന നിലയ്ക്ക് ഇവരുടെ ന്യൂക്ലിയർ സ്ഥാപനങ്ങൾ ആക്രമിക്കുവാൻ വേണ്ടി ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത്. ഒരു യുദ്ധമുണ്ടായാൽ നിശ്ചയമായും ഒരു ന്യൂക്ലിയർ ബോംബ് ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചാൽ ഇറാൻ പിന്നെ ബാക്കി ഉണ്ടാവില്ല എന്നുള്ളത് ലോകത്തിൽ ഏത് കുഞ്ഞിനും അറിയുന്ന കാര്യമാണ്. തുടച്ചു നീക്കപ്പെടും. 1. 2, ഇവർ ഈ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ കാണിക്കുന്ന ഈ ആക്രമണത്തിന്റെ പേരിൽ ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ ഇറാൻ പൂർണ്ണമായും തകർന്നു പോകും. ഇറാന്റെ വളരെ വൾനറബിൾ ആയിട്ടുള്ള ഏരിയാസ് മുഴുവൻ തകർക്കപ്പെടും. അതിൽ നിവർക്ക് പിടിച്ചു കയറാനാവില്ല. മാത്രമല്ല ഈ സാമ്പത്തിക ഉപരോധം അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ ശക്തിയായി തുടരുകയും ചെയ്യും. അതിൽ തന്നെ രാജ്യം തകർന്നു പോകും. ഇവരിപ്പോൾ ഈ ന്യൂക്ലിയർ വെപ്പൺ പരിപാടി വേണ്ടെന്ന് വെച്ചാലോ നിശ്ചയമായിട്ടും മുഴുവൻ ഉപരോധങ്ങളും പിൻവലിക്കപ്പെടും. ഗൾഫ് മേഖലയിലുള്ള ഏത് രാജ്യവും എന്നതുപോലെ, സൗദി അറേബ്യ പോലെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പോലെ വളരെ ഫ്ലറിഷിംഗ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറാൻ ഇറാൻ സാധിക്കും. അപ്പം അത്തരം ഒരു ഓപ്ഷൻ സ്വീകരിക്കാൻ സാധിക്കാത്തത് തലയിൽ കളിമണ്ണ് നിറച്ചു വെച്ചിട്ടുള്ള മണ്ടൻ മത നേതൃത്വം ആ രാജ്യം ഭരിക്കുന്നത് കൊണ്ടാണ്. സൗദി അറേബ്യ പോലെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പോലെ എത്ര ബോംബ് വേണമെങ്കിലും ഉണ്ടാക്കാൻ സാമ്പത്തിക ശേഷിയുള്ള ഒരു രാജ്യത്തിന് അത്തരം ഒരു ആഗ്രഹമില്ലാത്തത് എന്തുകൊണ്ടാണ്? അവരുടെ ഡെവലപ്മെന്റ് ഇങ്ങനത്തെ ഒരു സാധനത്തിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. ഈ വിഡ്ഢികളുടെ രാജ്യം, വിഡ്ഢികൾ മാത്രം വിഡ്ഢികളുടെ നേതൃത്വമുള്ള രാജ്യം, വസിക്കുന്നവർ വിഡ്ഢികളല്ല, ഭരിക്കുന്നവർ വിഡ്ഢികളാണ്. ഈ വിഡ്ഢികളുടെ രാജ്യം, വിഡ്ഢികളാൽ നയിക്കപ്പെടുന്ന രാജ്യം, ഈ ഒരു സാധനം, ഈ ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്നത് എന്തോ വലിയൊരു ആകർഷകമായ സാധനമാണ് എന്ന് വിചാരിച്ച് അതിങ്ങ ഉണ്ടാക്കി വെച്ചാൽ തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് ചിന്തിക്കുന്ന കുറച്ച് വിഡ്ഢികൾ ജീവിക്കുന്ന ഒരു രാജ്യം. ആ രാജ്യം സ്വയം ആത്മഹത്യാപരമായൊരു തീരുമാനം എടുത്തു വെക്കുകയാണ് ഒരു ന്യൂക്ലിയർ ബോംബ് ഒരു ആറ്റം ബോംബ് നിർമ്മിക്കണമെന്ന അവരുടെ ആഗ്രഹം വഴി. അവരെ കൊണ്ട് നിർമ്മിക്കാൻ സാധിച്ചാലും സാധിച്ചില്ലെങ്കിലും രാജ്യത്തെ സംബന്ധിച്ച് അത് പരിപൂർണ പരാജയത്തിലേ എത്തുകയുള്ളൂ എന്നുള്ളത് ഒരു വസ്തുതയാണ്.